ഹലോ MC സ്ക്വാഡ്, നിങ്ങളൊരു ഫ്രഷറാണ്, ഇപ്പോഴാണ് വെബ് ഡെവലപ്മെന്റ് പഠിക്കാൻ തുടങ്ങിയത് എങ്കിൽ ഇന്ത്യയിൽ ഒരു ഫ്രഷറിന് ആവറേജ് 4 ലാക്ക് മുതൽ 6 ലാക്ക് വരെ CTC ലഭിക്കുന്ന ഒരു ടെക്നോളജി നമുക്ക് പഠിക്കാം. റിയാക്ട് ജെഎസ് ഒരു ഫ്രണ്ട് ആൻഡ് ടെക്നോളജിയാണ്. തികച്ചും ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടാണ് ഞാൻ ഈ റിയാക്ടിന്റെ കംപ്ലീറ്റ് ട്യൂട്ടോറിയൽ സീരീസ് ചെയ്യുന്നത്. ലേറ്റസ്റ്റ് റിയാക്ട് ഫീച്ചേഴ്സ് തൊട്ട് അഡ്വാൻസ്ഡ് റിയാക്ട് കോൺസെപ്റ്റ് വരെ നമ്മൾ ഇതിൽ കവർ ചെയ്യുന്നതായിരിക്കും. ഇത് പഠിക്കാൻ നിങ്ങൾക്ക് വേണ്ടത് ഒരു കോഡ് എഡിറ്ററും ഒരു വെബ് ബ്രൗസറും മാത്രമാണ്. ഈ ട്യൂട്ടോറിയൽ സീരീസ് കംപ്ലീറ്റ് ചെയ്ത് തീരുമ്പോഴേക്കും തന്നെ നിങ്ങളൊരു റിയാക്ട് ജെഎസ് ഡെവലപ്പർ ആയി തീരുന്നതായിരിക്കും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കഴിയുന്നതും നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് തന്നെ പോകാൻ നോക്കുക. റിയാക്ട് പഠിക്കുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് HTML, CSS, JavaScript എന്നിവയിൽ അത്യാവശ്യം നോളേജ് ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ഇല്ലെങ്കിൽ അത് പഠിച്ചതിന് ശേഷം മാത്രം ഈ സീരീസ് കാണുക. തികച്ചും ഫ്രീ ആയിട്ട് കിട്ടുന്ന ഈ കോഴ്സിന് നിങ്ങൾ തരേണ്ടത് നിങ്ങളുടെ സപ്പോർട്ട് മാത്രമാണ്. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. റിയാക്ട് പഠിച്ചു തുടങ്ങുന്നതിന് മുന്നേ തന്നെ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. വെബ്സൈറ്റും അതിൻ്റെ വർക്കിങ്ങും ഒക്കെ തന്നെ റിയാക്ടിൻ്റെ ഒരു ഫൗണ്ടേഷൻ എന്ന രീതിയിലാണ് ഞാൻ ഈ സീരീസിൻ്റെ ആദ്യത്തെ 2 ചാപ്റ്റർ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ പേനയും പേപ്പറും എടുത്ത് റെഡി ആയിക്കോളൂ. നമുക്ക് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് കടക്കാം. നമുക്ക് HTML, CSS, JavaScript എന്നിവ ഉപയോഗിച്ച് ഒരു വെബ്സൈറ്റ് ചെയ്യാൻ അറിയാം. നമ്മൾ ഇന്നീ കാണുന്ന എല്ലാവിധ ഫ്രണ്ട് എൻഡ് വെബ്സൈറ്റുകളും നമുക്ക് ഈ 3 ടെക്നോളജി ഉപയോഗിച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാനിവിടെ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കാണാം, ഒരു HTML ഫയൽ, ഒരു JS ഫയൽ, ഒരു CSS ഫയൽ. നമുക്കിത് VS കോഡിൻ്റെ ലൈവ് സെർവറിൽ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. കണ്ടില്ലേ, ഇതാണ് ഞാനിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ഒരു വെബ്സൈറ്റ്. ഇപ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചത്? നമ്മളിപ്പോൾ ലൈവ് സെർവർ ഓപ്പൺ ആക്കിയപ്പം സംഭവിച്ചത് എന്താണ്? നമ്മുടെ ഈ സിസ്റ്റത്തിൽ ലോക്കലി ഒരു സെർവർ ക്രിയേറ്റ് ആയി. ആ സെർവറിൻ്റെ അഡ്രസ്സാണ് നമ്മൾ ഈ കാണുന്ന 127.0.0.1 എന്ന് പറയുന്നത്. എന്നിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഒരു ഡബിൾ കോളൻ, പിന്നെ ഒരു 5500. അതായത് ഈ 5500 എന്ന് പറയുന്നത് ഒരു പോർട്ട് നമ്പറാണ്. അതായത് നമ്മുടെ ഒരു സിസ്റ്റത്തിൽ ഇപ്പോൾ പലതരത്തിലുള്ള ഒരുപാട് സർവീസസുകളുണ്ട്. അതായത് നമ്മളിപ്പോൾ ഒരു ഗെയിം കളിക്കുന്നു, ഒരു വീഡിയോ കാണുന്നു, നമ്മൾ ഇൻ്റർനെറ്റിൽ ബ്രൗസിങ് ചെയ്യുന്നു, ഇതെല്ലാം തന്നെ ഒരു സർവീസസ് ആണ്. അപ്പോൾ നമ്മുടെ ഈ CPU ഇത്രയും പലതരത്തിലുള്ള സർവീസസുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഈ പോർട്ട് മുഖേനയാണ്. ഇത് നമ്മൾ ലോക്കലി നമ്മുടെ സിസ്റ്റത്തിൽ മാത്രമല്ല, നമ്മളിപ്പോൾ ഇൻ്റർനെറ്റിലൂടെ ഒരു വെബ്സൈറ്റ് ആക്സസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതേ പോർട്ട് ഉപയോഗിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഇവിടെ ഈ 5500 എന്ന് പറയുന്ന പോർട്ട് മീൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ സൈറ്റ് ഉള്ള ഫോൾഡറിൽ ഉള്ള ഫയൽസ് നമുക്ക് സെർവ് ചെയ്യുക എന്നുള്ളതാണ് ഈ പോർട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പോൾ നിലവിൽ ഞാനിപ്പോൾ ഈ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്, $:5500/index.html എന്ന് ഞാനിവിടെ കൊടുത്തപ്പോഴാണ് നമുക്ക് ഈ സൈറ്റ് ലോഡായത് അല്ലേ. അപ്പം നമുക്ക് ഒരു കാര്യം ചെയ്യാം, നമുക്ക് style.css എന്ന് കൊടുക്കാം. style.css കണ്ടില്ലേ, നമ്മുടെ ആ style.cssന്റെ കോഡ് എന്താണോ അത് നമുക്കിവിടെ കാണാൻ സാധിക്കും. അതായത് നമ്മളിപ്പം കൊടുത്ത ഈ ബ്രൗസർ റിക്വസ്റ്റ് എന്താണ്, നമ്മുടെ ലോക്കൽ സെർവറിലേക്ക് style.css എന്ന് പറയുന്ന ഫയല് നമ്മുടെ ബ്രൗസറിലേക്ക് സെർവ് ചെയ്യുക എന്നാണ് നമ്മൾ റിക്വസ്റ്റ് കൊടുത്തത്. ഞാനിപ്പോൾ script.js എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ JavaScript ഫയലിൻ്റെ കോഡ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇത് നമ്മൾ ലോക്കലി നമ്മളൊരു വെബ്സൈറ്റ് എങ്ങനെയാണ് ബ്രൗസറിൽ റൺ ചെയ്തത് എന്നാണ് ഇപ്പോൾ കണ്ടത്. ഇനി നമുക്ക് റിയൽ ആയിട്ട് നമുക്ക് ഇൻ്റർനെറ്റിലൂടെ ഒരു വെബ്സൈറ്റ് എങ്ങനെയാണ് നമ്മുടെ ബ്രൗസർ റൺ ചെയ്യുന്നത് എന്ന് നോക്കാം. എനിക്കിപ്പോൾ എൻ്റെ ഈ സൈറ്റ് ഇൻ്റർനെറ്റിൽ ഹോസ്റ്റ് ചെയ്യണമെങ്കിൽ ഞാനിപ്പോൾ AWS, ഹോസ്റ്റിംഗർ തുടങ്ങിയ ഹോസ്റ്റിംഗ് പ്രൊവൈഡേഴ്സിനെ സമീപിക്കും. എന്നിട്ട് ഞാൻ ഈ വെബ്സൈറ്റ് അതിൽ ഡിപ്ലോയ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ അവരെനിക്കൊരു IP അഡ്രസ്സ് തരും. ഈ IP അഡ്രസ്സ് മാത്രം മതി നമുക്ക് ഈ ഒരു വെബ്സൈറ്റിനെ നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട്. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കി, ആയിരക്കണക്കിന് ഈ വെബ്സൈറ്റുകളും അതിൻ്റെ IP അഡ്രസ്സും നമുക്ക് ഓർത്തിരിക്കാൻ പ്രയാസമാണ്. ഈ ഒരു പ്രശ്നം പരിഹരിക്കാനാണ് നമ്മൾ ഡൊമെയിൻ നെയിംസ് ഉപയോഗിക്കുന്നത്. അതായത് GoDaddy, Cloudflare തുടങ്ങിയ പ്ലാറ്റ്ഫോംസ് വഴി നമുക്ക് ഒരു പർട്ടിക്കുലർ ഡൊമെയിൻ നെയിം, ഈ Amazon.com, Flipkart.com എന്നൊക്കെ പോലെ തന്നെ ഒരു പർട്ടിക്കുലർ ഡൊമെയിൻ നെയിം നമുക്ക് മേടിക്കാൻ സാധിക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, എന്നിട്ട് DNS പോയിട്ട് ഈ ഡൊമെയിൻ നെയിം നമ്മുടെ IP അഡ്രസ്സുമായിട്ട് ലിങ്ക് ചെയ്ത് കൊടുക്കുന്നു. അപ്പം നമുക്കിപ്പോൾ എൻ്റെ ഈ വെബ്സൈറ്റ് ആണെങ്കിൽ midunselli.com എന്ന് ഞാനിപ്പോൾ ബ്രൗസ് ചെയ്യുന്ന സമയത്ത് അത്
ഏത് വെബ് സെർവറിലാണോ ഹോസ്റ്റ് ആയിരിക്കുന്നത് അതിൻ്റെ IP അഡ്രസ്സിനെ ആയിരിക്കും കണക്ട് ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് ഈ വെബ്സൈറ്റ് ആക്സസ് ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് റിയൽ ആയിട്ട് ഒരു വെബ് റിക്വസ്റ്റ് എങ്ങനെയാണ് വർക്ക് ആവുന്നതെന്ന് നോക്കാം. നമ്മുടെ ബ്രൗസറിൽ ഞാനിപ്പോൾ www.amazon.com എന്ന് ഞാനിപ്പോൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് ആദ്യം നടക്കുന്ന പ്രോസസ്സ് എന്താണെന്ന് വെച്ചാൽ ബ്രൗസറിൻ്റെ ക്യാച്ചയിൽ ഇതിൻ്റെ IP അഡ്രസ്സ് ഉണ്ടോ എന്നായിരിക്കും നോക്കുന്നത്. അതായത് നമ്മൾ നേരത്തെ ഈ സൈറ്റ് ഇതേ ബ്രൗസറിൽ ആക്സസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ IP അഡ്രസ്സ് അതിൻ്റെ ക്യാച്ചയിൽ കാണും. അതുമല്ല എന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എയർടെൽ, ജിയോ, ഏഷ്യാനെറ്റ് ബ്രോഡ്ബാൻഡ് തുടങ്ങിയ ISPസിൻ്റെ അതായത് ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡേഴ്സിൻ്റെ DNS റിസോൾവറിൻ്റെ ക്യാച്ചയിൽ ഇതിൻ്റെ IP അഡ്രസ്സ് ഉണ്ടോ എന്ന് നോക്കും. അതും ഇല്ല എന്നുണ്ടെങ്കിൽ DNS ലുക്കപ്പ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നടക്കുന്നു. നമുക്ക് എന്താണ് DNS ലുക്കപ്പ് എന്ന് പഠിക്കാം. നമ്മളിപ്പോൾ ബ്രൗസറിൽ example.com എന്ന് സെർച്ച് ചെയ്യുന്നു. ഇപ്പം നിലവിൽ നമ്മുടെ ബ്രൗസറിൻ്റെ ക്യാച്ചയിലോ ISPസിൻ്റെ DNS റിസോൾവറിൻ്റെ ക്യാച്ചയിലോ ഈ example.comൻ്റെ IP അഡ്രസ്സ് ഇല്ല. അപ്പോൾ എന്ത് ചെയ്യുന്നു? DNS റിസോൾവർ DNS ലുക്കപ്പ് നടത്തുന്നു. ആ DNS ലുക്കപ്പ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം റൂട്ട് DNS സെർവറിലേക്ക് പോകുന്നു. എന്നിട്ട് example.comൻ്റെ TLD നെയിം സെർവർ ഏതാണെന്ന് ചെക്ക് ചെയ്യുന്നു. ഇവിടെ നമ്മളെ കേസിൽ example.com ആണ് നമ്മുടെ ഈ വെബ്സൈറ്റിൻ്റെ TLD നെയിം സെർവർ. എന്നിട്ട് DNS റിസോൾവർ TLD നെയിം സെർവറിൽ പോയിട്ട് example.comൻ്റെ ഓതറേറ്റീവ് നെയിം സെർവർ ഏതാണെന്ന് കണ്ടുപിടിക്കുന്നു. അതായത് ഓതറേറ്റീവ് നെയിം സെർവർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോൾ ഹോസ്റ്റ് ചെയ്തിരിക്കുന്നത് AWS ആണ് എങ്കിൽ അല്ലെങ്കിൽ ഹോസ്റ്റിംഗറിലാണ് നമ്മളിപ്പോൾ ഹോസ്റ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ അതാണ് ഇവിടുത്തെ ഓതറേറ്റീവ് നെയിം സെർവർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പം നമുക്ക് DNS റിസോൾവറിന് ആ ഓതറേറ്റീവ് നെയിം സെർവറിൻ്റെ അഡ്രസ്സ് കിട്ടി. ഇനി DNS റിസോൾവർ ഓതറേറ്റീവ് നെയിം സെർവറിലേക്ക് പോകുന്നു. എന്നിട്ട് example.comൻ്റെ ആക്ച്വൽ IP അഡ്രസ്സ് കണ്ടെത്തുന്നു. ഇപ്പം നമുക്ക് IP അഡ്രസ്സ് കിട്ടിയിട്ടുണ്ട് നമ്മുടെ വെബ്സൈറ്റിൻ്റെത്. ഇനി ഡയറക്റ്റ്ലി ഇൻ്റർനെറ്റ് വഴി ആക്ച്വൽ വെബ് സെർവറിലേക്ക് നമ്മുടെ ബ്രൗസർ റിക്വസ്റ്റ് കൊടുക്കുന്നു. എന്നിട്ട് ആ വെബ് സെർവർ നമുക്ക് വേണ്ട ഫയൽസ് നമുക്ക് അയച്ചു തരുന്നു. ഇതാണ് DNS ലുക്കപ്പ് എന്ന് പറയുന്ന പ്രോസസ്സ്. നമ്മളിപ്പോൾ നമ്മുടെ സൈറ്റ് ഇൻ്റർനെറ്റിൽ ഹോസ്റ്റ് ചെയ്തു എന്ന് സങ്കല്പിക്കുക. നമ്മളുടെ ഡൊമൈൻ നെയിമാണ് example.com. അപ്പം ഞാനിപ്പോൾ ബ്രൗസറിൽ example.com എന്ന് സെർച്ച് ചെയ്യുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഈ റിക്വസ്റ്റ് DNS ലുക്കപ്പ് ഒക്കെ കഴിഞ്ഞ് IP അഡ്രസ്സ് കണ്ടുപിടിച്ച് നേരെ വെബ് സെർവറിലേക്ക് പോകുന്നു. വെബ് സെർവർ എല്ലാ വെബ് സെർവറും നമുക്ക് ഒരു റിക്വസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം റെസ്പോൺസ് ആയിട്ട് അയക്കുന്നത് അതിൻ്റെ index.html എന്ന് പറഞ്ഞ ഫയലായിരിക്കും. അപ്പോൾ നമ്മുടെ ഈ കേസിൽ എന്താണ്? നമ്മുടെ ഈ index.html റെസ്പോൺസ് ആയിട്ട് നമ്മളെ ബ്രൗസറിന് അയച്ചു കൊടുക്കുന്നു. നമ്മളെ ബ്രൗസർ എന്ത് ചെയ്യുന്നു? ഈ index.htmlനെ ഡൗൺലോഡ് ചെയ്തെടുത്ത് ലൈൻ ബൈ ലൈനായിട്ട് റീഡ് ചെയ്ത് നമുക്ക് വെബ് പേജിൽ കാണിക്കുന്നു. ഇങ്ങനെ ഇതിപ്പോൾ ലൈൻ ബൈ ലൈനായിട്ട് റീഡ് ചെയ്യുന്ന സമയത്ത് ഈ ലിങ്ക് rel സ്റ്റൈൽ ഷീറ്റ് href style.css ഇത് റീഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബ്രൗസർ എന്ത് ചെയ്യുന്നു? ഒരു റെസ്പോൺസും കൂടി വെബ് സെർവറിലേക്ക് അയക്കുന്നു ഈ style.cssന് വേണ്ടി. അങ്ങനെ വെബ് സെർവർ ഇപ്പോൾ style.css റെസ്പോൺസ് ആയിട്ട് തിരിച്ച് ബ്രൗസറിന് അയച്ചു കൊടുക്കുന്നു. ബ്രൗസർ ഈ സ്റ്റൈൽ ഷീറ്റ് ഡൗൺലോഡ് ചെയ്തെടുത്ത് വെച്ചിട്ട് അത് റീഡ് ചെയ്യിപ്പിക്കുന്നു. ഇനി അടുത്തെന്ത്? ബോഡി ടാഗ് റീഡ് ചെയ്യുന്നു. H1 കണ്ട ഈ P ടാഗ് ഇതെല്ലാം റീഡ് ചെയ്തിട്ട് അറ്റ് ലാസ്റ്റ് സ്ക്രിപ്റ്റ് ടാഗ് കണ്ടില്ലേ? ഈ സ്ക്രിപ്റ്റ് SRC ഇത് റീഡ് ചെയ്യുന്നു. ഇത് റീഡ് ചെയ്യുന്ന സമയത്ത് ബ്രൗസർ ഒരു റിക്വസ്റ്റും കൂടി വെബ് സെർവറിലേക്ക് അയക്കുന്നു ഈ സ്ക്രിപ്റ്റ് ഫയലിന് വേണ്ടിയിട്ട്. അങ്ങനെ വെബ് സെർവർ script.js ഫയല് നമ്മളെ ബ്രൗസറിന് അയച്ചു കൊടുക്കുന്നു. ആ ബ്രൗസർ അത് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് റീഡ് ചെയ്യുന്നു. ഇങ്ങനെയാണ് നമ്മളൊരു വെബ്സൈറ്റ് നമ്മൾ റിക്വസ്റ്റ് നമ്മളെ ബ്രൗസറിൽ നിന്ന് കൊടുക്കുമ്പോൾ അത് വെബ് പേജ് റൺ ആവുന്നതിൻ്റെ ഒരു പ്രോസസ്സ്. ഇതുകൊണ്ടാണ് നമ്മൾ മുമ്പൊക്കെ ഈ HTML, CSS, JS ഉപയോഗിച്ച് വെബ്സൈറ്റ്സ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഈ സ്ക്രിപ്റ്റ് ടാഗ് ഈ ബോഡി ടാഗ് ക്ലോസ് ചെയ്യുന്നതിന് തൊട്ട് മുകളിൽ ആയിരിക്കണമെന്ന് പറയുന്നതിൻ്റെ കാരണം. നമ്മളിവിടെ Amazon.com എന്ന് ബ്രൗസറിൽ സെർച്ച് ചെയ്യുന്നു. ബ്രൗസർ കണ്ടില്ലേ? നമുക്ക് ആ വെബ്സൈറ്റ് വെബ് സെർവർ നമുക്ക് ഈ വെബ്സൈറ്റ് അയച്ചു തന്നിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഒരു വെബ് ബ്രൗസറിൽ നിന്ന് ഒരു സൈറ്റിൻ്റെ URL റിക്വസ്റ്റ് ചെയ്യുന്ന സമയത്ത്
ആ വെബ്സൈറ്റ് എങ്ങനെയാണ് നമ്മുടെ വെബ് പേജിൽ കാണുന്നത് എന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് കിടക്കാം.